ബാക്കുവിൽ എൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ബാക്കുവിൽ സിറ്റി ടൂറിൻ്റെ ബാലൻസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്, എഡിറ്റിംഗ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ പോയ ഒരു വഴി രണ്ടാമത്തെ ദിവസം ഗുബുസ്ഥാൻ അതേപോലെ യാനാഡേഗ് എന്ന് പറഞ്ഞ 2 ഏരിയയാണ് ഞാൻ വിസിറ്റ് ചെയ്തത്. അപ്പോൾ പോയ പോലെ തന്നെ വീഡിയോസ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ആ ഒരു വീഡിയോ ആണ് വരുന്നത്. അതിന് ശേഷം സിറ്റി ടൂറിൻ്റെ ബാലൻസ് നെക്സ്റ്റ് ഡേ ആണ് പോയത്, അതായത് 3rd ഡേ ആണ് പോയത്. അപ്പോൾ അതേപോലെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഹലോ, എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡേ 2 ആണ് ഷാവലെ. അപ്പോൾ ഇതൊന്ന് പറയാം. പിന്നെ ഡേ 2 ആണ്. അപ്പോൾ ഞങ്ങളുടെ പരിപാടി ഇപ്പം വീണ്ടും നമ്മൾ ബോൾ ടാപ്പ് വഴിക്ക് വണ്ടി വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹോസ്റ്റലിൽ ഞങ്ങൾ ചേഞ്ച് ആയി. കാരണം 2 ദിവസമാണ് ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത്, അത് മാറിയിട്ട് ഇനി 2 ദിവസത്തിന് വേണ്ടിയിട്ട് വേറൊരു ഹോസ്റ്റലിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ അതും ഈ കുറച്ച് എക്കണോമിക്കലായിട്ടുള്ളൊരു ഇതാണ്. അപ്പം എന്തായാലും നമ്പറൊക്കെ കൊടുത്തേക്കാം, അത് താല്പര്യമുള്ളവർക്ക് നോക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഓപ്ഷൻ വേണ്ടവർക്ക് റൂമൊക്കെ ഇത്തിരി കൂടി ചീപ്പ് തന്നെയാണ്, ഒന്നും പ്രശ്നമൊന്നുമല്ല. പിന്നെ പ്രത്യേകിച്ച് ടാക്സി, ഞങ്ങളിപ്പോൾ ആപ്പ് വഴിക്ക് ടാക്സി വിളിക്കുമ്പോൾ നല്ല ചീപ്പാണ്. നമ്മളിപ്പോൾ ദുബായ് അല്ലെങ്കിൽ നാട് ഇന്ത്യ കമ്പയർ ചെയ്താലും അല്ലേ വളരെയധികം ചീപ്പാണ്. ഏത് ദിവസം എവിടെ കമ്പയർ ചെയ്താലും ഇവിടെ തന്നെ ഉള്ള വളരെ കമ്മിയാണ്. അതെ, ഇവിടെ നമ്മ യാനാഡേക്ക് പോകുന്നു 1.5 hour ആകും. അതായത് ആദ്യം പറഞ്ഞില്ല, ഞങ്ങൾ ഇന്നത്തെ പരിപാടി യാനാഡേഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം, ഗുബുസ്ഥാൻ അല്ലെ? അതെ, യാനാഡേഗ് അതേപോലെ ഗുബുസ്ഥാൻ, 2 ഏരിയ ആണ്. യാനാഡേഗിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ? 24. ഞങ്ങൾ നിൽക്കുന്ന ബാക്കു ടൗണിൽ നിന്ന് 24 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ മെട്രോ വഴിക്ക് മാറി മാറി പോകാൻ പറ്റും. മെട്രോ പിന്നെ ബസ് പിടിക്കണം അല്ലേ? കുറച്ച് രണ്ടായിട്ട് പോകണം. അപ്പോൾ ഏകദേശം ഒരു 1 hour സംതിങ് വരുന്നുണ്ട് യാനാഡേഗിലേക്ക്. അതെ. അപ്പൊ നോക്കിയപ്പോൾ ആപ്പ് വഴിക്ക് ടാക്സി ബുക്ക് ചെയ്തപ്പോൾ ഒരു 1/2 hour അല്ലേ, 35 മിനിറ്റ്സോ 30 സംതിങ് 35 മിനിറ്റ്സിൽ എത്താം. അപ്പൊ പിന്നെ ഇതും 10 മനാത്ത് ആയിട്ടുള്ളൂ, 9 മനാത്ത് അല്ലേ? 9 മനാത്തില് എന്ന് പറഞ്ഞാല് നല്ല ചീപ്പാണ്, കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്ന് എത്തും ചെയ്യാലോ. അപ്പോൾ അങ്ങനെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ യാനാഡേഗിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഗുബുസ്ഥാനിലേക്ക് പോകും. ഗുബുസ്ഥാനിലേക്ക് അവിടെ നിന്ന് പിന്നെയും ഒരു 60-70 കിലോമീറ്ററോളം അവിടെ നിന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ സമയം രാവിലെ 10 മണി കഴിഞ്ഞു. അപ്പോൾ ഇറങ്ങുകയാണ്. ബാക്കി ഡീറ്റെയിൽസ് അവിടെ പോയി. അസർബൈജാനെ കുറിച്ച് കുറച്ച് പറയാം. അസർബൈജാൻ മുന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഒരു കൺട്രിയാണ് കേട്ടോ. അപ്പോൾ അത് ഇൻഡിപെൻഡൻസ് കിട്ടിയത് 1991 ഇവിടുത്തെ പ്രസിഡന്റിന്റെ പേരെന്താ? ഇൽഹാം അലിയോ എന്നാണ് ഇവിടുത്തെ പ്രസിഡന്റിന്റെ പേര്. പിന്നെ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്, അപ്പം അത് പറയാം. പിന്നെ ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ പറയുകയാണെങ്കിൽ 10 മില്യൺ ആണ്, അതായത് 1 കോടിയാണ് പോപ്പുലേഷൻ വരുന്നത്. പിന്നെ നെയ്ബർ കൺട്രീസ് ജോർജിയ, അർമേനിയ, ഇറാൻ, റഷ്യ, ഈ കൺട്രീസ് ആണ് ഇതിന്റെ നെയ്ബർ കൺട്രീസ് ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഇതൊരു കാസ്പിയൻ കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ കാസ്പിയൻ കടൽ എന്ന് പറയുമ്പോൾ ഒരു 5 രാജ്യങ്ങളിൽ കൂടെ പോകുന്നുണ്ട്. ഒരു കടൽ എന്ന് പറഞ്ഞാലും ഇതൊരു തടാകം പോലെയാണ്. അസർബൈജാൻ, ഇറാൻ, റഷ്യ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഈ കൺട്രീസാണ് ഈ കാസ്പിയൻ കടൽ എന്ന് പറഞ്ഞത് പോകുന്ന ഏരിയ. കടലാണെങ്കിലും ഒരു തടാകമാണ്. നമ്മളിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പോയിരുന്ന മറ്റേ എന്താ പറയുക, ഓൾഡ് സിറ്റിയുടെ കുറച്ച് ഇപ്പുറത്തെ സൈഡിലൊക്കെ കാണാം അത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇൻഡിപെൻഡൻസിന്റെ ഡേറ്റ് പറയുകയാണെങ്കിൽ 1991 അപ്പോൾ മുന്നേ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇതിന്റെ ചുറ്റപ്പെട്ട് കിടക്കുന്ന കൺട്രീസും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ്. അവിടുത്തെ ഇൻഡിപെൻഡൻസ് കിട്ടിയ ഡേറ്റ് ഒക്കെ വ്യത്യാസമാണ്. പക്ഷേ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കൺട്രീസൊക്കെ ആയിരുന്നു ഈ പറഞ്ഞ അടുത്ത് കിടക്കുന്ന ജോർജിയ, അർമേനിയ, അങ്ങനെയൊക്കെയുള്ള കൺട്രീസ്. അപ്പോൾ ഏകദേശം ഇവരെ കാണാനുള്ള ലുക്കും ഏകദേശമൊക്കെ അതേപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ സംസാരിക്കുന്ന ഭാഷ പറഞ്ഞില്ലല്ലോ, അസർബൈജാനി എന്ന് പറഞ്ഞ ഭാഷയാണ് ഇവിടെ സംസാരിക്കുന്നത്, ഇവർ ലോക്കൽ. അതേപോലെ റഷ്യ സംസാരിക്കുന്നുണ്ട്, കാരണം റഷ്യയുടെ ബോർഡറായിട്ട് ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറെ റഷ്യ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് കുറച്ച് ഇതാണ്, കുറച്ച് വീക്കാണ് ഇവര്. എന്നാലും അങ്ങനെ കുറച്ച് പറഞ്ഞൊക്കെ ഒപ്പിക്കാം. വണ്ടി പെട്രോൾ അടിക്കാൻ കയറിയാണ് കേട്ടോ. അപ്പോൾ പെട്രോളിന്റെ റേറ്റ് ഒന്ന് നോക്കി. അപ്പോൾ റെഗുലർ അടിച്ചതിന് 1 കാണുന്നുണ്ടോ അറിയില്ല, 1.10 മനാത്താണ് 1 ലിറ്ററിന് വന്നത്. അത് റെഗുലർ ആണ്. ഇതേപോലെ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വാളിറ്റി കൂടിയുണ്ടല്ലോ. ഇത് ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 1 എന്ന് പറയാം. 1 മനാത്താണ് 1 ലിറ്റർ. അതുകൊണ്ടാണോ അറിയില്ല, നല്ല ടാക്സിക്കൊക്കെ റേറ്റ് കുറഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അതുപോലെ വേറൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത്, പ്രത്യേകിച്ച് റൂമിൽ മൊബൈൽ
മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു പോർട്ട് വരുന്നത് ഇങ്ങനത്തെ ടൈപ്പാണ്, 2 പിന്ന് വരുന്ന ടൈപ്പിലാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചാർജർ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ദുബായിലും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ടൈപ്പാണ് കൂടുതലും. അപ്പോൾ ഇതിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ വേറൊരു അഡാപ്റ്റർ എക്സ്ട്രാ ഞാൻ വെച്ചിരുന്നു, അത് ഇങ്ങനത്തെ 3 എണ്ണമുള്ള ടൈപ്പ്. പക്ഷെ അതും ഇവിടെ കുത്താനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു കൺവെർട്ടർ മേടിച്ചു വെക്കണം. ഇതെല്ലാ സ്ഥലത്തിലും ഇതാണ്, ഇത് ഞാൻ ശരിക്കും പെട്ടതാണ്. ഇത് നോക്കിയിട്ടും പിന്നെ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് എന്തായിട്ട് വന്നു. അപ്പോൾ ചാർജിങ് ഒരു ദിവസം എനിക്ക് ചെറിയ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത് പ്രത്യേകം നോട്ട് ചെയ്യാം. പെട്രോൾ എടുക്കണ സ്ഥലം പറയുന്നത് പെട്രോളിന്റെ Ticar. Yanardağ da buradadır. ഓക്കെ, യനാട്ടക്കിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഉണ്ടാവും യനാട്ടക്ക് ബാനിങ് മൗണ്ടൻ മ്യൂസിയം. ഇതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ യാനാട്ടക്കിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 9 അസർബൈജാനിയാണ് ഒരാൾക്ക് വരുന്നത്, 2 ആൾക്ക് 18. ഇവിടെ ഒരു ബേണിംഗ് മൗണ്ടൻ ഉണ്ട്, ബാക്കിൽ കാണാം. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഒരു മ്യൂസിയം ഉണ്ട്. യാനാട്ടക്കിന്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് മീഥേൻ ഗ്യാസ് ആണ് അകത്തുള്ളത്. അതുകൊണ്ടാണ് ഇത് കത്തുന്നത്. ഇത് 4000 years ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റാഫൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്, അവരുടെ അടുത്തൊക്കെ കൺഫേം ചെയ്തു. അസർബൈജാനിന്റെ ലാംഗ്വേജ് ആണ്. ഇതിന്റെ ഇംഗ്ലീഷ് ആണ് ബേണിംഗ് മൗണ്ടൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ യാനാട്ടക്ക് ശരിക്കും അബ്സ്റ്റേനാണ്. ആ ഡിസ്ട്രിക്റ്റിലെ ഇതെല്ലാം ഉണ്ട്. അബ്സ്റ്റേനാണ്. അതെ, ബാക്കുല അബ്ഷിറ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് കോയിൻസ് ഒക്കെ ആൾക്കാർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു വിഷ് ചെയ്യുന്ന പോലെ ആൾക്കാർ ഇടുന്നതാണ്. ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ വന്നിട്ട് ഇടുന്നത്. ഈ ഒരു ഏരിയ പറയുകയാണെങ്കിൽ എന്താ പറയുക, പെട്രോളിയം ഖനനമൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ ഇവിടെ 4000 വർഷമായിട്ട് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. വേറെ എന്താ സ്പെഷ്യാലിറ്റി ഈ ഒരു ഏരിയയെ പറ്റി പറയുന്നത്? ഇവിടെ ഗ്യാസ് ഒരുപാട് ഉണ്ടെന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഹൈറ്റ് ഒരു 3 മീറ്റർ വരയ്ക്ക് മേലേക്ക് വരുന്ന പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതേപോലെ ഈ ബഗ്ഗി റൈഡ് ഉണ്ടല്ലോ, ഇതിൽ ഇവർ 2-3 സ്ഥലത്തേക്ക് ഇങ്ങനെ വെറുതെ ഇതിൽ കൊണ്ടുപോകുന്ന പറയുന്നുണ്ട്. 40 മനാത്താണ് മേടിക്കുന്നത്. ബ്രോ, ഇറ്റ്സ് ലൈക്ക് 2 person can come for 40? 2 person. 1 person 40. 1 person 40? 2 person 80, yeah? So, only 1 person can drive? Only 1 person. Oh, you take. Or I can go myself. You drive and follow me. Okay. What are the places? You drive and follow me. We go to big tour. We go to Sofia, water, drag race, mud volcano, mountain. Black coffee വന്നിട്ട് 2 ബനാന. Cappuccino coming? ഹലോ, നമുക്ക് കുറച്ച് മലയാളികൾ എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്. ഞാനിവിടെ കണ്ടില്ലല്ലോ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ അക്ബർ ട്രാവൽസിന്റെ സ്റ്റാഫുകളാണ് കേട്ടോ. എത്ര പേര് വന്നിട്ടുണ്ട്? 20 പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പൈസ കൊടുക്കണല്ലോ, ഫ്രീ ഒന്നും. എത്ര ചാർജ് വന്ന് പറഞ്ഞു? ഞങ്ങള് 84,000 ആണ്. ഇപ്പൊ നിങ്ങൾ സ്റ്റാഫ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും വിചാരിക്കും. ടിക്കറ്റിംഗ് ഒക്കെ അങ്ങനെയുള്ളതല്ല. പേരൊന്ന് പറഞ്ഞു. പേര് ജിനിത്ത് എന്നാണ്. ജിനിത്ത്, അശ്വന്ത്. ഇത് തൃശ്ശൂരല്ലേ? തൃശ്ശൂർ, ഞാൻ കണ്ണൂര്, ശ്രീശങ്കർ, ഞാൻ കോട്ടയാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ബാക്കിയുള്ള വൈബൊക്കെ? അപ്പൊ അടിപൊളിയായിട്ട് നടക്കട്ടെ. കുറച്ച് മ്യൂസിയം സെറ്റപ്പ് ഒക്കെ ഉണ്ട്.
ഇവിടുന്ന് അടുത്ത് തന്നെ ഫയർ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതായത് ഒരു ടെമ്പിളിൻ്റെ ഒരു ഇതിൽ ഫയർ വരുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിന് ഒരു 9-10 മണിനകത്ത് എൻട്രൻസ് ഫീസ് വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് അതായത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 30 മിനിറ്റ്സ് ഉണ്ട് അല്ലേ, 30 മിനിറ്റ്സോളം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഗോബുസ്ഥാനിൽ ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യാണ്, കാരണം ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഫയറിൻ്റെ കിട്ടിയല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ നിന്ന് ഒരു കോംബോ ടിക്കറ്റ് കിട്ടും. അപ്പോൾ കുറച്ച് ചെറിയ ഡിസ്കൗണ്ട് ഉണ്ട്, 5 മണിനകത്ത് കമ്മിയാവും, 5 മണിനകത്ത് കുറവുണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മ്യൂസിയം ഉണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഞങ്ങൾ വിടാണ്. ഓക്കെ, ഈ സ്ഥലത്തിൻ്റെ പേര് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ 1 രൂപയുടെ പകുതി. ഞങ്ങൾ ഈ യാണാർത്തേക്ക് നിന്ന് വരുമ്പോൾ ഇന്ന് ജുമായിരുന്നു, വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോകേണ്ടതായിരുന്നു. അപ്പോൾ മിത്തിയാബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ളത്. അവിടെ നിന്ന് ഒരു യാണാർത്തേക്ക് ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ പള്ളിയിൽ കയറി നിസ്കരിച്ചു. അപ്പോൾ തിരിച്ചിപ്പോൾ പോവാണ്. ഭക്ഷണം സാൻഡ്വിച്ച് പോലെ ഉണ്ട്. ഇതിന്റെ ഉള്ളില് ചിക്കനാണ് 2 മനാത്ത് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്കുള്ള നല്ല സൈസ് ഉണ്ട് കേട്ടോ. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇദ്ദേഹമൊക്കെ ഒരുപാട് ടൈം ഞങ്ങൾ കൂടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങളെ യാത്രയാക്കിയൊക്കെ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഞങ്ങളെ വീഡിയോ ഒക്കെ കാണും, എഡിറ്റ് ചെയ്യുമ്പോൾ എന്നെ ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു. യാനാട്ടേക്കിൽ നിന്നും ഗോബുസ്ഥാനിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ബസ്സിൽ പോയി കുറച്ച് ക്ലോസ് ആയിട്ടുള്ള വഴിയിലേക്ക് എത്തി. അതായത് കുറച്ചും കൂടി അടുത്തേക്ക് ഗോബുസ്ഥാനിലേക്ക് എത്തി ഉള്ള ഒരു വഴിയിൽ നിർത്തിയിട്ട് പിന്നെ ഞങ്ങൾ ടാക്സി വിളിക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് എത്ര വന്ന് 31 മനാത്താണ് ഇപ്പോൾ ടാക്സിക്കാരൻ പറഞ്ഞിരുന്നത്. അത് ഏകദേശം ഒരു 60 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു കേട്ടോ ടാക്സി. പിന്നെ അവിടെ നിന്ന് പിന്നെ എന്നിട്ട് മഡ് വോൾക്കാനും ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് അവിടെ പോയതിന് ശേഷം ഞങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഗുബുസ്ഥാൻ നാഷണൽ പാർക്ക് ആൻഡ് മ്യൂസിയത്തിലേക്കുള്ള വഴിയിലേക്കാണ്. മ്യൂസിയം കുറച്ച് ലേറ്റായതുകൊണ്ട് ക്ലോസ് ആയി. അതിന് 10 മനാത്താണ് അവിടെ ചാർജ് ചെയ്യുന്നത് എൻട്രൻസിന് വേണ്ടിയിട്ട്. ഹലോ, ഞാനിപ്പോൾ ഗോബുസ്ഥാൻ നാഷണൽ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാമെന്ന് യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയ സ്ഥലമാണ്. ഓക്കെ, അതായത് പഴയ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ യുനെസ്കോയുടെ അംഗീകാരം കിട്ടും. ഓക്കെ, ഗോബുസ്ഥാൻ നാഷണൽ പാർക്കിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ 5000 മുതൽ പല വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ പാറകളുടെ മേലെയൊക്കെ പലതരം ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ മനുഷ്യരൂപങ്ങളുണ്ട്, അതേപോലെ പ്രാണികൾ, മൃഗങ്ങൾ, അതേപോലെ വേട്ടരംഗങ്ങളൊക്കെ ഉണ്ട്, ആകൃതികൾ, പല ചിഹ്നങ്ങൾ, ഇങ്ങനെ പല ഇതുകളും ഇപ്പോഴും ഈ റോക്കിൻ്റെ മേലെ നമുക്ക് കാണാവുന്നതാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുതൽ, അതായത് 5000 മുതൽ 40,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കലാസൃഷ്ടികളാണ് പറയുന്നത്. ഇത് വന്നിട്ട് മനുഷ്യൻ്റെ പ്രാചീന ജീവിത രീതി, സംസ്കാരം, വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ നൽകുന്ന ഒരു ഏരിയ കൂടിയാണ്. ജപ്പാനിൽ നിന്ന് വന്നൊരു ചർച്ചനാണ് കേട്ടോ. Japan, which city? Osaka. I'm from India. India. Yes. India. What city? Kerala. Kerala. No, I see. Yeah, Kerala. കേരള അറിയാന്ന് പറയുന്നത് Get state. Yeah, good state. ദുബായിൽ നിന്നൊന്നുമല്ല, Yes. ജപ്പാനിൽ നിന്ന് India ഡയറക്റ്റ് വന്ന ആളാണ്. Yeah. അപ്പൊ കേരള തമിഴ്നാടിന്റെ പ്രശസ്തി നമ്മൾ എല്ലായിടത്തേക്കും എത്തിക്കണം. അതാണ് നമ്മുടെ യുനോ തമിഴ്നാട്. Tamil. Chennai. Kerala. Chennai. Chennai. Yeah. Tamil old language in the world. Old language. Language, yeah.
ഓക്കെ കിട്ടിയ സമയം ഷാവിൽ തള്ളാണ് ഇദ്ദേഹത്തെ കാണുമ്പോൾ ഒരു ഓർമ്മ വന്നു വെച്ചാൽ ഈ യാത്ര ചെയ്യാനായിട്ട് പ്രായത്തിൻ്റെ ഒരു മതിൽക്കെട്ടുകളൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഏത് പ്രായത്തിലും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യാത്ര ചെയ്യാം. നമ്മളിപ്പോൾ ഗോബുസ്ഥാൻ നാഷണൽ പാർക്കിൽ പോയി വന്നിട്ട് മഡ്വാൽക്കന കാണാൻ വേണ്ടി പോകണം. മഡ്വാൽക്കന ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ഡ്രൈവർ ഒരു മാപ്പ് ഇട്ടിട്ടുണ്ട്. അതിലൊരു 12 കിലോമീറ്റർ ഇവിടുന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. 700ഓളം സ്ഥലത്തുണ്ടെന്ന് പറയുന്നത്. ഒരുപാട് ഇടത്തിലാണ് അവിടെ ബാക്കുണ്ട്, ആ സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്, യാനാബെഗ് സൈഡിലും ഉണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നുകൊണ്ട് ഗോബുസ്ഥാന്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടേക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മഡ്വാൽക്കനയുടെ അകത്തേക്ക് പോകാനായിട്ട് ഇതൊരു ഹില്ലിൻ്റെ മേലെയാണ്. അതുകൊണ്ട് ഞങ്ങൾ വന്ന ടാക്സിയിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഇത് കുറച്ച് ഓഫ് റോഡ് ടൈപ്പാണ്. അപ്പോൾ വേറെ അതിനുവേണ്ടി കുറച്ച് എന്താ പറയുക, കുറച്ച് ഹൈറ്റുള്ള കുറച്ച് വണ്ടിയിലേക്ക് ഞങ്ങൾ മാറിയിട്ട് അതിനൊരു 25 മനാത്ത് ഞങ്ങളതിന് ചാർജ് ചെയ്തു. കേട്ടോ നമ്മളെ കൊണ്ടുവരുന്നത്. നമ്മളെ വണ്ടി അതല്ല, നമ്മളെ മഡ്വാൽക്കനോട് അവിടെ റീച്ച് ആയിട്ടുണ്ട്. इसको उबालता रहता है, क्या मट्टी नहीं लगाएगा पाउडर के जैसा ना आएगा। कौन മഡ്വാൽക്കനോട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ വന്ന ടാക്സിയിലെ ഉള്ളിലേക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊരു ഓഫ് റോഡ് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ബോർഡറിൻ്റെ അവിടെ നിന്ന് ഒരു 25 മനാത്ത് കൊടുത്തിട്ട് ഒരു വലിയ കാറൊന്നുമല്ല, നല്ലൊരു ആയിട്ടുള്ള കാറായിട്ട് ഇവിടെ വന്നു. അത് 2 വേ ആണ്, 2 പേർക്ക് തിരിച്ചു പോകാനുള്ളൊരു ഇതാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് 1 വേ ഉണ്ട് റൂട്ട്. ഇപ്പോൾ ഒരു സ്ഥലം കണ്ടു, ഒരു മഡ്വാൽക്കനോട് ഒരു സ്ഥലം. ഇനി ഒരു ഇത്തിരി കൂടി വലിയ സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ടാക്സിക്കാരൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിട്ടാലോ. ഈ മഡ് വോൾക്കാനോസ് ഉണ്ടാവുന്നത് ഭൂമിയുടെ അടിഭാഗത്തു നിന്ന് മണ്ണ്, വെള്ളം, അതേപോലെ മീഥേൻ ഗ്യാസ് ഇതൊക്കെ ഒരുമിച്ചുള്ള അടിയിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാണ് ഇത് മേലോട്ട് വരുന്നതാണ് പറയുന്നത്. ഇതങ്ങനെ പൊട്ടിത്തെറിക്കുകയോ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചെറിയ രീതിയിൽ ബബിൾസ് പോലെ വരികയോ ചില സമയത്ത് ചെറിയ പൊട്ടിത്തെറികൾ പോലെ ഉണ്ടാവാം. ബട്ട് ഇത് നമ്മൾ കാണുന്ന പോലെ ഒരു അഗ്നിപഥം പൊട്ടിത്തെറിക്കുന്ന പോലത്തെ ഒരു സംഭവമല്ല, വേറൊരു പ്രതിഭാസമാണ് കേട്ടോ. ഈ മഡ് വന്നിട്ട് സൾഫേറ്റ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ സ്കിന്നിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കുപ്പിയിലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കാണാം നമുക്ക്. മഡ് വാൾക്കനയുടെ അവിടെ നിന്ന് നമ്മൾ ടാക്സിയിൽ ബാക്കു സിറ്റിയിലേക്ക് വരാനായിട്ട് ഏകദേശം ഒരു 25 മനാത്തൊക്കെ വരും. 25-30 ഡിപ്പെൻസ് ഓൺ ട്രാഫിക്. ഈവനിങ് ടൈമിൽ നല്ല ട്രാഫിക് ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് 28 മെയ് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ആ ഏരിയയുടെ അടുത്തുള്ളൊരു ബാസ്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് കേട്ടോ. ഇതൊരു സജസ്റ്റബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിന് 23 മനാത്താണ്. ചിക്കൻ പ്ലസ് പൊട്ടാറ്റോ, ബ്രിഞ്ചാൾ, ചില്ലി ഇതെല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ അതിനൊപ്പം റൊട്ടി ഉണ്ട്. റൊട്ടിക്ക് 50, അതായത് ഹാഫ് പൈസ, ഒരു മനാത്തിൽ ഹാഫാണ്. പിന്നെ വേറെ റൊട്ടിയും പറഞ്ഞിട്ടുണ്ട്. തുടങ്ങാം. ഓക്കെ. 28 മെയ് മാളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. ഈ ഒരു ഏരിയയും അതേപോലെ നിസാമി സ്ട്രീറ്റൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് സിറ്റി ടൂറിൻ്റെ സെക്കൻഡ് പാർട്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ താങ്ക്